ഏറെ ബഹുമാന്യനായ നിയോജകമണ്ഡലം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാക്കിർ, നിയോജകമണ്ഡലം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഉസാമ, ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷറർ അഭിവന്ദനായ സലാം മാസ്റ്റർ, പ്രിയപ്പെട്ട നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് SMK തങ്ങൾ, പ്രിയപ്പെട്ട അസീസ്ക, MSFൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട മുസ്തഫ, ജില്ലാ MSFൻ്റെ സെക്രട്ടറി എൻ്റെ പ്രിയ സുഹൃത്ത് സിയാദ് പള്ളിപ്പടി അടക്കമുള്ള KMCCയുടെ നേതാക്കന്മാർ, സർവോപരി സമ്മേളനത്തിൻ്റെ പ്രതിനിധികളായ വിദ്യാർത്ഥികളെ, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി യഥാർത്ഥത്തിൽ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. സത്യത്തിൽ ഈ സമ്മേളനം ഇങ്ങനെ കാണുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയപ്പെട്ട ഉസാമോടെ സൂചിപ്പിച്ച ഒരു കാര്യം, പ്രിയപ്പെട്ട ഷാക്കിറും പറഞ്ഞു വെച്ച ഒരു കാര്യം, ഈ ഹാളിനകത്ത് 2020-ലോ 2021-ലോ 20-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, മനോഹരമായ ഒരു സംഗമം സംഘടിപ്പിച്ച് അതിനേക്കാൾ എത്രയോ മികച്ച ഒരു സംഗമമാണ്, ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ മനോഹരമായ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ഈ സംസ്ഥാന കമ്മിറ്റി മെമ്പർഷിപ്പ് കാലം പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപിക്കപ്പെട്ട കാലത്തിന് ആ ഘട്ടത്തിന് നൽകിയ പേര് കാലം എന്നാണ്. എന്നാൽ ആ കാലത്ത് ചർച്ച ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സമവാക്യം, രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് പറഞ്ഞത് ഐക്യം, അതിജീവനം, അഭിമാനം എന്നാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ കണ്ടുവരുന്ന അരാജകത്വവും അരാഷ്ട്രീയവാദവും അതിനെതിരെ ഒഴുക്കിനെതിരെ നീന്താൻ കേരളത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടന MSF ആണ്. രണ്ട് കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂട ഭീകരത നടക്കുകയാണ്. എല്ലാ അനീതികളും നടക്കുമ്പോൾ, അസത്യങ്ങളെ സത്യങ്ങളായി വിളിച്ചു പറയുമ്പോൾ, ആ രാഷ്ട്രീയവാദത്തിന്റെ വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അരാഷ്ട്രീയവാദം കടന്നു വരുന്ന ഒരു കാലത്ത് എല്ലാ നിലക്കും യുവതയുടെ ഇടയിലേക്ക്, കൗമാരങ്ങളുടെ ഇടയിലേക്ക് ലഹരി കടന്നു വരുന്ന ഒരു കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട MSFകാർ വിളിച്ചു പറയുന്നത്, അതിനോടൊന്നും രാജിയാകാൻ ഞങ്ങളില്ല, അതിനോടൊക്കെ നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു സമര പോരാട്ടം നടത്തണം. ഈ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ, ഇരട്ടനീതികൾക്കെതിരെ അരാഷ്ട്രീയവാദം ക്യാമ്പസിൽ പോലും വിദ്യാർത്ഥികൾ സംസാരിക്കുമ്പോൾ, തെരുവുകളിൽ അരാഷ്ട്രീയവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനോടൊന്നും ഞങ്ങൾ രാജിയാകില്ല. ധാർമ്മികമായ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അംഗത്വം എടുക്കുക വഴി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളൊരു സമര പ്രഖ്യാപനത്തിന് നേതൃത്വം നൽകുകയാണ്. ആ സമരം നടത്താനുള്ള കാലം അത് നിങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന വലിയ ഭാഗ്യം നിങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ ഭാഗ്യം, ഏതൊരു കാലഘട്ടത്തിലും ഒരു കാലഘട്ടത്തിൽ MSFകാരനാകുക എന്നുള്ളത് അഭിമാനം തന്നെയാണ്. പക്ഷെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ കാലത്തെ MSFന്റെ മെമ്പർഷിപ്പ് ഉള്ള വിദ്യാർത്ഥികളെ, നിങ്ങളാണ് ഭാഗ്യം ചെയ്തവർ. കേരളത്തിലെ കലാലയങ്ങളെ നിങ്ങൾ പരിശോധിക്ക്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ നിങ്ങൾ പരിശോധിക്ക്. ഇടതുപക്ഷം കോട്ട കെട്ടിക്കാത്ത സകല കോളേജുകളിലും സർവകലാശാലകളിലേക്കും അതിൻ്റെ വാതിലുകളൊക്കെ ചവിട്ടി തുറന്നുകൊണ്ട് സെനറ്റിലും യൂണിവേഴ്സിറ്റിയിലും യൂണിയൻ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിൻ്റെ കലാലയങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ, ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്ര മനോഹരമായ ഒരു സംഘശക്തിക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ട നവാസിന്റെ കാലം, നവാസിയൻ കാലഘട്ടത്തിൽ ഇത്രമേൽ വിജയങ്ങളുണ്ടായ ഒരു കാലം യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ നമ്മൾ പിടിച്ചെടുത്തു. കണ്ണൂർ സർവകലാശാലയും ആരോഗ്യ സർവകലാശാലയും കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ MG സർവകലാശാലയും കേരള സർവകലാശാലയിൽ വരെ നമുക്ക് സെനറ്റിലും യൂണിയനും പ്രാതിനിധ്യമുണ്ടായ ഒരു കാലം ചരിത്രത്തിന്റെ നേട്ടങ്ങളിലേക്ക് എഴുതി ചേർക്കപ്പെട്ടാൽ ആ കാലം പ്രിയപ്പെട്ട നവാസിന്റെ കാലമാണ്. ഈ നവാസിന്റെ കാലഘട്ടത്തിൽ MSFന്റെ മെമ്പർഷിപ്പ് ഉള്ളവരാകുക എന്നതുപോലും അഭിമാനബോധത്തോടു കൂടി ഭാഗ്യമായി കരുതേണ്ടവരാ നിങ്ങൾ. എത്രയോ കലാലയങ്ങൾ നമുക്കറിയാം. SFIയുടെ കോട്ടക്കൊത്തളങ്ങലാണ്. നമുക്ക് തൃത്താലയിൽ ഒരു അനുഭവം എനിക്ക് തോന്നിയത്, തൃത്താലയിൽ ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് കോളേജിൽ MSFകാരനോട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ വോട്ട് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നു പോയപ്പോൾ MSFകാരനായ ഒരു ചെറുപ്പക്കാരൻ, ഈ തൃത്താല ഗവൺമെന്റ് കോളേജിലെ ഒരു MSFകാരൻ പറഞ്ഞത്, ഈ കോളേജിൽ വോട്ട് കിട്ടണമെങ്കിൽ
നീല തുണിയെടുത്ത് വന്നാലാണ് വോട്ട് കിട്ടുള്ളൂ എന്നാണ്. നീല തുണിയെടുത്ത് KSUവിനെ പ്രതിനിധീകരിക്കുന്ന ആ നീലമുണ്ടെടുത്ത് ഈ ക്യാമ്പസിൽ വന്ന് വിദ്യാർത്ഥികളോട് വോട്ട് ചോദിച്ചാലാണ് നമ്മൾക്ക് വോട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് പച്ച തുണിയോ പച്ച പതാകയോ പച്ചമാലയോ ഈ ഗവൺമെന്റ് കോളേജിന്റെ പരിസരത്തേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ വോട്ട് കിട്ടില്ല എന്ന് ആ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥി നമ്മോട് പറഞ്ഞപ്പോ ആ ഗവൺമെന്റ് കോളേജിലെ ആ പ്രിയപ്പെട്ട MSFകാരന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഷാക്കിറിന്റെയും മുസാമയുടെയും നേതൃത്വത്തിൽ ആ ഗവൺമെന്റ് കോളേജ് ഒറ്റക്ക് പച്ചത്തുണി എടുത്തവനാണ് ആ കോളേജ് ഭരിക്കുന്നത് എന്ന അഭിമാനബോധം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു നീല തുണിക്കാരനും ഒരു ചുവന്ന തുണിക്കാരനും നമ്മുടെ ഇടയിൽ ഏതെങ്കിലും ഒരു തുണി എടുത്ത് വരാൻ പറഞ്ഞാൽ അങ്ങനെ വരാൻ സൗകര്യമില്ല. അന്ന് ഞങ്ങൾ അവനോട് പറഞ്ഞത്, നീ പച്ച തുണി എടുത്ത് പോയാൽ മതി, നീ പച്ച പതാക പിടിച്ചു പോയാൽ മതി, നീ ആ പച്ചമാല കെട്ടിക്കൊണ്ട് നിനക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമെങ്കിൽ നീ ചോദിച്ചാൽ മതി. എന്നിട്ട് നിനക്ക് ആ ക്യാമ്പസിൽ നിന്ന് ഒരു വോട്ടോ കിട്ടിയിട്ടുള്ളെങ്കിൽ ആ വോട്ട് മതി. ജയത്തിന് വേണ്ടി മാത്രം മത്സരിക്കുന്ന വിദ്യാർത്ഥി സംഘത്തിന്റെ പേരല്ല MSF. ധാർമ്മികപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിൽ ക്യാമ്പസിൽ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ സംഘത്തിന്റെ പേരാണ് MSF എന്ന് പറയുന്നത്. കലാലയങ്ങളിൽ കാണുന്ന തോന്നിവാസങ്ങളുടെ പേരിൽ നിലപാട് മാറ്റാൻ, നയം മാറ്റാൻ ഒരു ഘട്ടത്തിലും MSF മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ ഉറക്കെ പറയുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിൽ എത്രയോ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനകൾക്ക് രൂപം നൽകി അവരുടെ യാത്ര തുടങ്ങുമ്പോൾ ദിശയും ദിക്കും നിർണയിച്ച് അവർ യാത്ര തുടങ്ങി ആ പകുതി വെച്ച് ദിശയും ദിക്കും തെറ്റിപ്പോയ എത്രയോ വിദ്യാർത്ഥി സംഘടനകളെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാലോ കേരളത്തിന് മഹാനായ സീതി സാഹിബും CH-ഉം ദിശയും ദിക്കും നിർണയിച്ചു വിട്ട ഒരു മഹാസംഘം ഇന്നും ദിശയും ദിക്കും തെറ്റാതെ മനോഹരമായി യാത്ര തുടരുന്ന ഒരു സംഘത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് MSF എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇന്നൊരു ഒരു പ്രത്യേകമായ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഒരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ നയം മാറ്റേണ്ടതില്ല, നമ്മൾ നിലപാട് മാറ്റേണ്ടതില്ല. ഈ സംഘടന ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ മൂല്യമുണ്ട്. നേരത്തെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്. ധാർമ്മിക മൂല്യങ്ങളോടുകൂടി SFIക്കാരൻ്റെ വികലമായ രാഷ്ട്രീയത്തോട് SFIയിൽ മെമ്പർഷിപ്പ് എടുക്കുക വഴി ലഹരി കടിമപ്പെട്ടു പോകുന്ന ഒരുപാട് ക്യാമ്പസുകളുണ്ട്. വിദ്യാർത്ഥികൾ ലഹരിയിലേക്ക് കടന്നു പോകുമ്പോൾ അതിനോടൊന്നും രാജിയാകാനില്ലെന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയാൻ. അങ്ങനെ മനോഹരമായി കേരളത്തിലെ വിദ്യാർത്ഥി സംഘം മുന്നോട്ട് പോകാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിനിയും ഒരുപാട് ദൂരം താണ്ടാനുണ്ട്. ഈ സംഘം അതിമനോഹരമായി സംഘടനയെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളുണ്ട്. ക്യാമ്പസിലെ വൃത്തികേടുകളോട്, ക്യാമ്പസിൽ അവസരങ്ങളോട് ജനാധിപത്യപരമായി സംവദിക്കാൻ നമുക്ക് സാധിക്കണം. 4 വോട്ടിന് വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ നിലപാട് മാറ്റാൻ, ഏതെങ്കിലും രാഷ്ട്രീയ സമീപനം മാറ്റാൻ ഇന്ന് വരെ MSF ശ്രമിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നയവ്യതിയാനങ്ങളിലോ നയമാറ്റങ്ങളിലോ ഇല്ലാതെ മാന്യമായി കേരളത്തിൽ ധാർമ്മികതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സംഘം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് അരാഷ്ട്രീയവാദം കടന്നു വരുന്നൊരു ഘട്ടത്തിൽ MSFന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പഠിക്കുക വീണ്ടും പഠിക്കുക എന്നാണ്. ആ പഠിക്കുക എന്ന മുദ്രാവാക്യത്തെ നിങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ സംഘത്തെ മുന്നോട്ട് നയിക്കാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭരണകൂട ഭീകരത നമുക്ക് മുകളിൽ വാളോങ്ങി നിൽക്കുമ്പോഴും അതിനോടൊക്കെ പൊരുതാൻ രാജിയാകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ MSF എന്ന 3 അക്ഷരത്തെ, ഈ ഹരിത ധവളിമ പതാകയെ നിങ്ങൾ വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇൻകുലാബ് വിളിച്ചുകൊണ്ട് ഈ സംഘവുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. അഭിവാദ്യങ്ങൾ. ജയ് MSF.